രണ്ടുപേരെയും വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ആഘോഷിക്കുകയാണ്. ഒപ്പം നമ്മുടെ ഇവിടെ നിന്ന് വിജയിച്ച കൗൺസിലർമാർക്ക് ആദരവ് നൽകുന്നു. എന്റെ കൊച്ചിയുടെ ഫാദർ ടൈറ്റസ് കടത്തുപറമ്പിലാണ്. വൈറ്റ്സ് എന്ന സംഘടന ഒരു കാലം അദ്ദേഹം അതിന്റെ ഡയറക്ടറായി പ്രവർത്തിച്ച് തന്റെ പ്രവർത്തന മികവ് തെളിയിച്ചതാണ്. ഇപ്പോൾ സ്വാഗതം ആശംസിക്കുന്നു. ഏറ്റവും സ്നേഹത്തോടെ അഭിമാനത്തോടെ ഒരു സ്ത്രീ എന്ന നിലക്ക് അഭിമാനത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. സഹോദരി സഹോദരന്മാരെ, പറഞ്ഞ് ഓടുന്ന ആ ചിത്രം തന്നെയാണ് ഇന്ന് എന്റെ കൊച്ചിയുടെ ലോഗോ ആയിട്ട് മാറിയത്. നവവത്സര ആഘോഷ പരിപാടികളുടെ ഭാഗമായിട്ടുള്ള പൊതുയോഗത്തിലെ അധ്യക്ഷൻ കൊച്ചിയുടെ ചെയർമാനുമായ ഷിബു പൊടയും നല്ല മനസ്സുള്ളവർക്ക് സമാധാനമെന്നാണ് വികസിപ്പിക്കുവാനായിട്ട് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളെ ഉപയോഗിച്ചിട്ടുള്ള മനുഷ്യനാണ്. അദ്ദേഹം ലോകത്തിന് സമാധാനവും സന്തോഷവും വേണമെങ്കിൽ മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ മനസ്സിൽ ദൈവം ജീവിക്കുന്നവനാണ്. മനുഷ്യനെ സന്തോഷത്തിന് സ്നേഹത്തിന് ജീവിക്കുവാനുള്ള ഒരു സ്വപ്നമായിരുന്നു. ക്രിസ്തുമസ് പുതുവർഷ ആഘോഷത്തിൻ്റെ ഭാഗമായി കേക്ക് മുറിക്കൽ ചടങ്ങാണ് ആദ്യം നടക്കുന്നത്. വാർഷികാഘോഷങ്ങളുടെ വേദി ഉദ്ഘാടനം ചെയ്യുന്നത് റൈസൺ MP GPL സോളാർ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ.
ആദരിക്കുക എന്ന് എനിക്ക് തോന്നുന്നു. വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും ബഹുമാനരെ, സ്നേഹം നിറഞ്ഞ എൻ്റെ കൊച്ചു പ്രവർത്തകരെ ഇതുപോലെ ഇരിക്കുന്നുണ്ട്. ഈ നമ്മുടെ പ്രാരംഭകാലത്ത് ഈശ്വര പ്രാർത്ഥനയിൽ വേദിയിലുള്ള ഏറെ ആധുനികമായ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിക്കുമ്പോൾ എല്ലാവർക്കും ഒരേ ക്രിസ്മസ്. എൻ്റെ കൊച്ചിയുടെ ഒരു മൊമെൻ്റ് ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട ശ്രീ റൈസന 73-ാം ഡിവിഷൻ കൗൺസിലർ ശ്രീ പി ജെ ദാസൻ നൽകുന്നു. വരവേൽപ്പ് 2025 ചാർജ് എടുക്കപ്പെട്ട 1, 8, 72, 73, 74 എന്നീ വാർഡുകളിലെ കൗൺസിലർമാർക്കുള്ള അവരുടെ പ്രവർത്തനത്തിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ആദ്യത്തെ മൊമെൻ്റ് ശ്രീ പി ജെ ദാസിന് 73-ാം ഡിവിഷൻ മുൻ കൗൺസിലർ ശ്രീമതി ഷീബലാൽ നൽകുന്നു. സദസ്സിലുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇനി വലിയൊരു പ്രസംഗത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. സന്ദേശം ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ പറഞ്ഞ ഉദ്ഘാടകൻ പറഞ്ഞു. എൻ്റെ കൊച്ചിയുമായി ബന്ധപ്പെട്ട് നീണ്ട 10 വർഷത്തെ കാലം ഒരു മിനിറ്റ് ആവാതിരുന്നു. ഇപ്പം ഞാൻ ദാസനോട് പറയുന്നിരുന്നത് അപ്പം നമ്മളുടെ പ്രവർത്തനത്തെ നോക്കിക്കാണുമ്പോൾ മനുഷ്യനുമായി ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മൾക്ക് വിജയമുണ്ടാവുക. 1000 പുൽക്കൂട്ടിൽ ഉണ്ണി പിറന്നാലും എൻ്റെ ഹൃദയത്തിൽ ഉണ്ണി പിറന്നില്ലെങ്കിൽ ക്രിസ്തുമസ് വ്യർത്ഥമാണ്. സാധാരണക്കാരോട് ചേർന്ന് നിന്നുകൊണ്ട് ഞാൻ ഇന്ന് രാവിലേക്ക് ഈ എൻ്റെ കൊച്ചിയുടെ സ്റ്റാറ്റസും ഇതൊക്കെ ഇടുമ്പോൾ ഞാൻ ഓർക്കണം, ഷിബുവിന് ഊണുമില്ല ഉറക്കമില്ലാതെ ഇതിൻ്റെ പിന്നാലെ നടന്നുകൊണ്ട് ഒരു മനുഷ്യന് ഇത്ര വീണ്ടും കിടന്ന് അധ്വാനിക്കുമെന്ന് ഞാൻ ഓർക്കണമായിരുന്നു. അങ്ങനെ കത്ത് കൊണ്ടുവന്നിട്ട് താമസിച്ചത് ക്ഷമിക്കണം. നമ്മൾ ഇങ്ങനെ ഇത്ര കിടന്ന് കഷ്ടപ്പെടുന്ന ആൾക്കാരോട് എന്താ പറയുക? പക്ഷെ ഇങ്ങനെയുള്ള ആളുകളാണ് സമൂഹത്തിന് മുൻപിൽ. ഒരുപാട് കുറ്റങ്ങൾ വേറെയുണ്ട്, പറയുന്ന ആളുകളുണ്ട്. പക്ഷേ സമൂഹത്തിന് മുൻപിൽ മറ്റൊന്നിനും ചെവി കൊടുക്കാതെ സാധാരണക്കാരെ, പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളുടെ നന്മയ്ക്കായി പ്രവർത്തിക്കുന്ന എൻ്റെ കൊച്ചി ഇനിയും ഒരുപാട് കാലം മുന്നേറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് ഈ 5 വർഷക്കാലം നസ്രത്ത് 26-ാം ഡിവിഷനായിരുന്നു പഴയത്. എനിക്ക് നൽകിയ എല്ലാ പിന്തുണയ്ക്കും ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് വരുന്ന ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും എല്ലാ നന്മകളും പ്രാർത്ഥനകളും നേരുന്നു. നന്ദി. നമ്മുടെ മെമ്പേഴ്സിനുള്ള കിറ്റിൻ്റെ ഉദ്ഘാടനമാണ്. അത് ഏറ്റുവാങ്ങുന്നത് നമ്മുടെ അംഗം കുമ്പളങ്ങയിലാണ്. അദ്ദേഹം താമസിക്കുന്നത്. ആൻ്റണി സുപരിചിതനാണ്. അദ്ദേഹത്തിന് നമ്മുടെ കരുണാലയത്തിലെ സുപ്പീരിയർ ജേക്കബ് ബ്രദർ അത് നൽകുകയാണ്. മറ്റൊരു കിറ്റും കൂടി ബ്രദർ ഈ വേദിയിൽ വെച്ച് നൽകുകയാണ്. നിങ്ങൾക്കും സഹകാരികൾക്കും കുടുംബങ്ങൾ ഈ ഉള്ളവരുടെ കുടുംബങ്ങളിലേക്കുള്ള കിറ്റുകളാണ് ഞങ്ങൾ ഇപ്പോൾ കൊടുക്കുന്നത്. അത് ഏറ്റുവാങ്ങുന്നതിനായിട്ട് നമ്മുടെ അവാർഡ് വാങ്ങിച്ചിരിക്കുന്ന വിശിഷ്ട വ്യക്തിയുടെ ഹസ്ബൻഡ് ഗോഡ്സിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ കൊച്ചിയുടെ മീറ്റിങ്ങിന് പങ്കെടുക്കുന്നത്. നമ്മളെല്ലാവരും മദർ തെരേസയെ പറ്റി കേട്ടിട്ടുണ്ട്. 1948 മദർ തെരേസ താമസിച്ചിരുന്ന വലിയൊരു കോൺവെൻറ്റിൽ നിന്നും കൽക്കട്ടയിലെ തെരുവീതികളിലെ കഷ്ടങ്ങളെല്ലാം, ബുദ്ധിമുട്ടുകളെല്ലാം കണ്ട് അവരെ സഹായിക്കുവാനായിട്ട് ദൈവം മദറിൻ്റെ ഹൃദയത്തിലേക്ക് ഒരു പ്രചോദനം നൽകി. ആ പ്രചോദനം
കേക്ക് വാങ്ങാൻ വേണ്ടി വന്ന ആ കുഞ്ഞിൻ്റെ നിഷ്കളങ്കമായ ചിരി എല്ലാവരുടെയും മനസ്സിൽ സന്തോഷമാണ് നൽകുന്നത്. അത്രയും നിഷ്കളങ്കതയാണ്. അങ്ങനെ ഒന്ന് ചിരിക്കുവാൻ കഴിയുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം. നിങ്ങൾ മുന്നോട്ട് വരിക. ഈ അവാർഡ് നൽകുന്നതിന് വേണ്ടി ഷോള് പുതപ്പിച്ച് അതോടൊപ്പം തന്നെ മൊമെന്റോ നൽകുന്നതിനായിട്ട് അനിതയുടെ മോൾ ഇവിടെ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അനിതയുടെ ഹസ്ബൻഡുണ്ട്. പിന്നെ കുടുംബക്കാര് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ വേദിയിലോട്ട് കടന്നു വരുവാൻ ഞങ്ങൾ ആ വേദിയിൽ ഇന്ന് ആ കുടുംബം തന്നെ വന്ന് ഇന്ന് അവരുടെ വീട്ടിൽ വലിയൊരു ചടങ്ങും കൂടി നടക്കുകയാണ്. ആ അവസരത്തിൽ തന്നെ അമ്മയുടെ ഓർമ്മ നിലനിർത്തിക്കൊണ്ട് നമുക്കിത് കൊടുക്കുവാൻ സാധിച്ചതില്ല. എൻ്റെ കൊച്ചിക്ക് വളരെയധികം അഭിമാനം ഉണ്ട്. ക്ഷണിക്കുകയാണ്. എൻ്റെ മൂത്തചേട്ടൻ ജോബ്, രണ്ടാമത്തെ ചേട്ടൻ ആൻ്റണി, മൂന്നാമത്തെ ചേട്ടൻ സൈവർ ഇരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അത് ഏറ്റുവാങ്ങുന്നതിനായി ബോഡിയെയും ക്ഷണിക്കുന്നു. കൗൺസിലറായി മാറുകയും പിന്നീട് അവിടെ സ്ത്രീകളുടെ വാർഡായി മാറുകയപ്പോൾ മറ്റൊരു വാർഡിൽ ഏറെ പ്രതീക്ഷകളോടെ വളരെ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച നമ്മുടെ ആശകൾ നമ്മളോട് സംസാരിക്കുന്നുണ്ടായിരിക്കും. ശിവശാലി ബ്രദർ ജേക്കബ്സ്, ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വളരെ ഒരു സ്പെഷ്യൽ മൊമെൻ്റാണത്. കാര്യം
ഞാനിന്ന് 72ാം ഡിവിഷന്റെ